നമസ്കാരം. US-ഇറാൻ സമാധാന ചർച്ച അലസിപ്പിരിഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ വൻ പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. അമേരിക്കയും ഇറാനും നേരിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങിയാൽ അത് കൂടുതൽ ബാധിക്കുക ഗൾഫ് രാജ്യങ്ങളെയാണ്. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്ത ഇറാൻ ലക്ഷ്യമാക്കുക ഗൾഫിലെ അമേരിക്കൻ സേനാ താവളങ്ങളെയാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നതിന് തുല്യവുമാണ്. ഇതുവരെ ഇറാൻ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിലും നശിപ്പിച്ച ഡ്രോണുകളുടെ ഭാഗങ്ങൾ പതിച്ചുമൊക്കെയാണ് ഈ മരണങ്ങൾ നടന്നിരിക്കുന്നത്. ഇത് സൗദിയും UAEയും അടക്കമുള്ള ഗൾഫ് നാടുകളിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കും ഇറാൻ തുറമുഖങ്ങളും ഉപരോധിക്കാൻ US നടപടി തുടങ്ങിയിരിക്കെ ഇറാനും പ്രത്യാക്രമണത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. ഒമാനിലെയും പേർഷ്യൻ ഗൾഫിലെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെ തുറമുഖങ്ങളെ ലക്ഷ്യമിടുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇത് മേഖലയിലെ വെടിനിർത്തൽ ലംഘിക്കപ്പെടാനും സംഘർഷം പുനരാരംഭിക്കാനും കാരണമാകും. ഗൾഫിലെ US-ന്റെ സേനാ താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുകയും ചെയ്യും. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായി നശിപ്പിക്കാൻ US-നും ഇസ്രയേലിനും ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിലേക്ക് മിസൈൽ തൊടുത്തുവിടാൻ ഇറാന് നിഷ്പ്രയാസം കഴിയും. ഹോർമുസ് കടലിടുക്ക് നിയന്ത്രണത്തിലാക്കുകയാണ് US ചെയ്യുന്നത്. US ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഇറാനിയൻ നാവികസേനാ കപ്പലുകളെ തകർക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുകയാണ് US-ന്റെ പ്രധാന ലക്ഷ്യം. ഇറാന്റെ എല്ലാ തുറമുഖങ്ങളും ഉപരോധിക്കാനാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇറാൻ തുറമുഖത്തേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെയും അവിടെ നിന്ന് വരുന്ന കപ്പലുകളെയും US തടയും. ഇതോടെ കടൽ വഴിയുള്ള ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായി തടയാനും US-ന് കഴിയും. വെനിസ്വേലയെ US തകർത്തതും ഇതേ രീതിയിലാണ്. എന്തായാലും US-ഇറാൻ ഇസ്രയേൽ സംഘർഷം കഴിയുന്നതുവരെ ഗൾഫ് നാടുകൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാവും.